കേരള പോലീസിൽ അത്യാധുനിക സൈബർ ഡിവിഷൻ ആരംഭിക്കുന്നതിന് അനുമതി നൽകി ആഭ്യന്തര വകുപ്പ്. സംസ്ഥാന പോലീസ് മേധാവിയുടെ ശുപാർശയിലാണ് നടപടി. സൈബർ ഡിവിഷൻ ആസ്ഥാനം, സൈബർ പട്രോളിംഗ്, സൈബർ പോലീസ് സ്റ്റേഷൻ എന്നിവ ആരംഭിക്കുന്നതിനാവശ്യമായ തസ്തികകൾ കണ്ടെത്താനും അനുമതി നൽകി. റോക്കറ്റ് പോലെ കുതിക്കുന്ന സാങ്കേതിക വിദ്യയ്ക്കൊപ്പം കുതിക്കാൻ പോയിട്ട് ചലിക്കാൻ പറ്റാത്ത സ്ഥിതിയാണ് കേരള പോലീസിന് നിലവിലുള്ളത്. എന്നാൽ അല്പം ചേഞ്ച് ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് പുതിയ സംവിധാനം എത്തിയിട്ടുണ്ട്. കേരള പോലീസിന് അത്യാധുനിക സൈബർ ഡിവിഷനാണ് പദ്ധതി. സംസ്ഥാന പോലീസ് മേധാവിയുടെ ശുപാർശയിലാണ് ആഭ്യന്തര വകുപ്പ് കേരള പോലീസിൽ അത്യാധുനിക സൈബർ ഡിവിഷൻ ആരംഭിക്കുന്നതിന് അനുമതി നൽകിയത്. കാലാകാലങ്ങളായി പോലീസും മറ്റ് കുറ്റാന്വേഷണ ഏജൻസികളും തുടരുന്ന രീതികളും അതിന്മേലുള്ള അറിവും കൊണ്ടുമാത്രം സൈബർ മേഖലയിലെ പ്രശ്നപരിഹാരം സാധ്യമാകില്ലെന്നാണ് DGPയുടെ റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നത്. രജിസ്റ്റർ ചെയ്യപ്പെടുന്ന സൈബർ കുറ്റകൃത്യങ്ങൾ മിക്കതും സംസ്ഥാനത്തിന് പുറത്തുള്ള സ്ഥലങ്ങളിലായതിനാൽ പരാതി പരിഹാരത്തിന് നിലവിലുള്ള ജീവനക്കാരുടെ എണ്ണവും പര്യാപ്തമല്ലെന്ന് റിപ്പോർട്ട് പറയുന്നുണ്ട്. അതിനാൽ എത്തിക്കൽ ഹാക്കിംഗ്, നെറ്റ്വർക്ക് സുരക്ഷ, റിസ്ക് മാനേജ്മെന്റ്, ഡിജിറ്റൽ ഫോറൻസിക് മുതലായ മേഖലകളിൽ പ്രാവീണ്യമുള്ളവരെ അടക്കം കണ്ടെത്താനായി പുതിയ തസ്തികയ്ക്കും അനുമതിയുണ്ട്. സൈബർ ഡിവിഷൻ ആസ്ഥാനം, സൈബർ പട്രോളിംഗ്, സൈബർ പോലീസ് സ്റ്റേഷൻ എന്നിവയ്ക്ക് ആവശ്യമായാണ് തസ്തികകൾ നിശ്ചയിക്കുക. സൈബർ മേഖലയിൽ വേണ്ട അറിവില്ലാത്തതിനാൽ ഇൻവെസ്റ്റിഗേഷൻ നടപടികൾക്കുള്ളിൽ പോലും മനഃപൂർവ്വമല്ലാത്ത നിയമലംഘനം അന്വേഷണ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുണ്ടാകാനുള്ള സാധ്യത വളരെ വലുതാണെന്നും സംസ്ഥാന പോലീസ് മേധാവി റിപ്പോർട്ട് ചെയ്തിരുന്നു. പിന്നാലെയാണ് പുതിയ മാറ്റത്തിനായി ആഭ്യന്തര വകുപ്പ് അനുമതി നൽകിയത്. റിപ്പോർട്ടർ, തിരുവനന്തപുരം.